കന്നഡ വെച്ചോട്ടെ, ടാക്സ് കുറവുണ്ട്. ഞാൻ പ്രിയനോട് വലുതായിട്ട് എഴുതി തരാൻ പറഞ്ഞു, ഇതിന് വലുതായിട്ട് പറ്റുന്നില്ല. ഓക്കെ, സാജു നവോദയ നമുക്ക് ആർക്കും സിനിമാ രംഗത്ത്, മലയാള സിനിമാ രംഗത്ത് പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമല്ല. എന്നിരുന്നാലും നമ്മൾ അറിയണം, സാജു നവോദയാണ് ഗംഗ എന്ന സിനിമയുടെ ഇതിലുള്ള ഒരു ആദ്യത്തെ സിനിമ. ഗംഗ, അതിന്റെ കഥ, തിരക്കഥ, സംവിധാനം. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ട്, പ്രശാന്ത് കാഞ്ഞിരമറ്റം. അദ്ദേഹത്തിന്റെ കഥ യമുന എന്ന കഥയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നിരവധി സ്റ്റേജ് ഷോകളിൽ അവതാരകനായും സ്കിറ്റുകളുമായും പ്രേക്ഷകരുടെ പ്രിയതാരം പ്രശാന്ത്. യമണ്ടൻ കഥ എന്ന് പറയുന്ന ഒരു യമണ്ടൻ പ്രേമകഥ, ആ ചിത്രം നമുക്ക് ഓർമ്മയുണ്ട്. അതിൽ വില്ലനായി അതിമനോഹരമായി മലയാള സിനിമ പ്രേക്ഷകരെ അവരുടെ മനസ്സുകളിലേക്ക് ആഴത്തിൽ കടന്നിരുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ കഥയാണ് യമുന. ശ്രീ പ്രശാന്ത് കാഞ്ഞിരമറ്റത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് ഷിജു അഞ്ചുമന. ഷിജു അഞ്ചുമന ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം മറക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കാൻ പറ്റൂല. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം, എന്ത് രസം ഓണം വരിക തന്നെ. ഓക്കെ, അങ്ങനെ മലയാള മിമിക്രി രംഗത്ത്, ഹാസ്യരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ പേര് സിന്ധു. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതാണ് ഇനി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തി. പുഞ്ചിരി ട്രാവൽസ് എന്ന സീരിയൽ നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. കൈരളി ചാനൽ സംപ്രേഷണം ചെയ്ത പുഞ്ചിരി ട്രാവൽസ്. ആ പുഞ്ചിരി ട്രാവൽസ് മലയാള പ്രേക്ഷകർക്ക്, മലയാള കുടുംബങ്ങളിൽ സമർപ്പിച്ച വ്യക്തിത്വം. ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഹ്രസ്വ ചിത്രം കാശി എന്ന ചിത്രത്തിന് ശ്രീ ലാൽപ്രിയൻ 91 പുരസ്കാരങ്ങളാണ് കിട്ടിയത്. നാലുശോക്കു, ഒരു ചെറിയൊരു ചിത്രം, ആ ചിത്രത്തിന് 91 പുരസ്കാരങ്ങൾ നേടുക എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിൽ ഇടം പിടിക്കപ്പെട്ടതാ. എത്ര പേർക്ക് അത് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് സംശയമുണ്ട്. ഇനി എന്തോ ഇല്ലെന്ന് എന്റെ അറിവിലില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊന്നും ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പുറത്തുവല്ലോ ഉണ്ടോ നമുക്ക് തപ്പി നോക്കേണ്ടി വരും. അപ്പൊ 91 ചിത്രങ്ങൾ, 91 അവാർഡുകൾ കരസ്ഥമാക്കി. ഇന്ന് ബോധി എന്ന് പറയുന്ന വെബ് സീരീസിലൂടെ ശ്രദ്ധേയമായ ഒട്ടേറെ ക്ഷേത്ര സംബന്ധമായ അനുഭവങ്ങൾ നമുക്ക് വരച്ചു കാട്ടി നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്ന ആധ്യാത്മിക തലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ലാൽപ്രിയൻ. അദ്ദേഹത്തിന്റെ ചിത്രമാണ് സരസ്വതി. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ ഈ 4 ചിത്രങ്ങളും ഒരുമിച്ച് ഒരു ചിത്രമായിട്ടാണ് രൂപാന്തരപ്പെടുന്നത്. 2.5 മണിക്കൂർ അത് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു നവ്യാനുഭവമായിരിക്കും നൽകുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് മൈക്ക് ആർക്കാ കൊടുക്കണ്ടേ? ആർക്കാ? ധർമ്മജൻജിക്ക് കൊടുക്കാൻ പറഞ്ഞു.